ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് നമ്മുടെ പച്ചപ്പയറുണ്ടല്ലോ, ചെറുപയറും മാങ്ങയെ കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ. കുക്കറിൽ വളരെ എളുപ്പത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അനുവിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറുപയറെടുത്ത് ഒന്ന് ക്ലീൻ ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു മാങ്ങേൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതായത് ആ മാംസമുള്ള ഭാഗമെല്ലാം ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കത്തിരിക്കയാണ് കേട്ടോ. അതായത് നമ്മുടെ വഴുതനങ്ങ, കത്തിരിക്കയെന്ന് വഴുതനങ്ങ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഇതാണ് സംഭവം. അത് ഒരെണ്ണം, ഒരു ചെറുതാണ്, അത് അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്യേണ്ട, ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒരു സവാളയും കട്ട് ചെയ്യാതെ തന്നെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വേവാനും പാകത്തിന്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അല്ലെങ്കിൽ ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണേ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കണം. ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം അതുവരെയും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുക്കർ ഒന്ന് അടച്ച് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടുപ്പത്തേക്ക് ഒന്ന് മാറ്റുന്നുണ്ടേ. അപ്പോൾ അതാണ്ട് ഒരു 4 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ഓവർ കുക്ക്ഡ് ആയെങ്കിലേ ഉള്ളൂ. അതായത് ചെറുപയർ നല്ല പോലെ വെന്ത് കിട്ടണം. അപ്പോഴത്തേനും ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഓവർ കുക്ക്ഡ് ആയി പോവും. അപ്പോൾ ഇതാണ്ട് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള തക്കാളിയും സവാളയൊക്കെ ഇങ്ങെടുത്ത് മാറ്റാം. അതാണ് ഞാൻ കട്ട് ചെയ്യാതെ ചേർത്തത്. അപ്പം തക്കാളി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സവാളയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം അതും ഇതുപോലെ ഒന്ന് എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ മിക്സിയുടെ ജാറിൽ ഇട്ടിരിക്കുന്ന ഐറ്റമൊക്കെ ഒന്ന് നല്ലപോലെ തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ആ വഴുതനങ്ങയും മാങ്ങയും ഒക്കെ ചെറുപയറുമായിട്ട് നല്ലപോലെ ഒന്ന് ചേർന്ന് വരണം. അപ്പോൾ ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പിന്നെ അടിഭാഗം വെച്ചിട്ടോ അങ്ങനെ നല്ലപോലെ ഇതുപോലെ ഒന്നങ്ങ് മാഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട തക്കാളിയും സവാളയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അത് ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുവാണേ. അതും അരച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് മുരളിയുടെ നെയ്യാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പം നെയ്യിൽ ഈ മുരളിയുടെ നെയ്യ് നല്ലൊരു ഫ്ലേവറും ഒക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്നെ പറ്റി കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർ ഞാൻ ഒന്ന് തള്ളിയതാണോ എന്ന് വിചാരിക്കും. കാര്യം എൻ്റെ ഹസ്ബൻഡ് ഈ മുരളിയൻ്റെ കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ. ശരിക്കും എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന തക്കാളീൻ്റെയും സവാളയും തക്കാളി അരച്ചില്ലേ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നെയ്യിലിട്ടൊന്നങ്ങ് വയറ്റി കൊടുക്കാം. അപ്പം നെയ്യ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിന് നമുക്ക് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് വയറ്റി കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. വലുതായിട്ടൊന്നും ഇല്ലടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അത്രയും മതിയാവും. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഞാനിതിലേക്ക്. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെയും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം.
അതാണ്ട് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ ചെറുപയർ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്ര ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. അപ്പൊ ചെറുപയർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുന്നതിന് അങ്ങനെ കണക്കൊന്നുമില്ല, നിങ്ങളുടെ ഒരു പാകത്തിന് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം. അപ്പം ഞാൻ ഇവിടെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കുറച്ച് കുറവുള്ളത് പോലെ തോന്നിയത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ട ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം, അത്രയും മതിയാവും. ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോഴും മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ മാങ്ങയും ചെറുപയറും വെച്ചിട്ട് ഈ കറി ഒന്ന് ട്രൈ ആക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് രാവിലെ ദോശൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചെറിയൊരു പുളിപ്പും ഒക്കെ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.